വസീഫ് പറഞ്ഞോളൂ. NIT-യിൽ ഇപ്പോഴുണ്ടായിരുന്ന സംഘർഷം എന്നതാണോ CPM-ന്റെ മനസ്സിലാക്കൽ? അതിനു മുൻപ് തന്നെ അവിടുത്തെ രീതികൾ മാറുന്നു, അവിടെ ഏത് രൂപത്തിലാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ പെരുമാറുന്നത് എന്നതിനെക്കുറിച്ച് അവിടുത്തെ SFI-ക്കും DYFI-ക്കും CPM-നും ഒന്നും അറിവുണ്ടായിരുന്നില്ല എന്ന ചോദ്യമുണ്ട്. ഈ വൈശാഖ് പ്രേംകുമാർ നൽകിയ പരാതിയിൽ ഇന്നലെയാണ് കേസെടുത്തത്. നേരത്തെ 24-ാം തീയതി നടന്ന സംഭവമാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 24-ാം തീയതി നടന്ന സംഭവമാണോ? വൈശാഖിന്റെ പരാതി ഇല്ല സ്മൃതി, വൈശാഖിന്റെ പരാതി ഇല്ല, കൈലാസിന്റേതാണ് പരാതി. ശരി, കൈലാസിന്റെ പരിപാടി, കൈലാഷിന്റേതാണ് പരാതി. ശരി, പറയൂ പരാതി വസീഫ്, പറയൂ. സ്മൃതി, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വൈശാഖ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ പുറത്താക്കി സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യം. അവിടെയുള്ള കുട്ടികൾ, ഞങ്ങൾ പുറത്തുനിന്ന് ആളുകളെ കുറിച്ചൊക്കെ ഇവർ പലതും പറയും. പക്ഷെ അകത്തെന്തിനാ സമരം നടന്നത് മാഷേ? ഞങ്ങളാണോ? അവിടെ SFI ഉണ്ടോ? മറ്റേതെങ്കിലും വിദ്യാർത്ഥി സംഘടനയുണ്ടോ? അവിടെ ആ വിദ്യാർത്ഥികൾ അവരുടേതായ ഒരു വിഷയം ഉയർത്തിപ്പിടിച്ച്, അവർക്ക് തീർത്തും ന്യായമാണ് എന്ന് തോന്നിയ വിഷയം ഉയർത്തിപ്പിടിച്ച് അവിടെ രജിസ്ട്രാറേയും അധികാരികളെയും ഘരാവോ ചെയ്യുകയും സമരത്തിലേക്ക് പോവുകയൊക്കെ ചെയ്തത് കുട്ടികളാണ്. അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഈ വിഷയത്തിനകത്ത് ന്യായമുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. അത് മാധ്യമങ്ങളിലൂടെ പുറത്തറിഞ്ഞ വാർത്തകൾക്കനുസരിച്ചാണ്. ഞങ്ങളല്ലാതെ വൈശാഖിനെയോ ഈ പറയുന്ന കൈലാസിനെയോ ഒന്നും ഞങ്ങളുടെ ആളായിട്ടോ അല്ലെങ്കിൽ DYFI-യുടെ SFI-യുടെയോ പ്രതിനിധികളായിട്ടോ ഒന്നും കാണുന്ന ആളുകളല്ല. അവരൊന്നും അതിൻ്റെ ഭാഗവുമല്ല. അവിടെ സ്വാഭാവികമായിട്ടും രാജ്യത്തുടനീളം ABVP-യും അതുമായി ബന്ധപ്പെട്ട RSS സംഘടനകളും ഒക്കെ ക്യാമ്പസുകളിൽ അവരുടെ സ്വാധീനത്തിനനുസരിച്ച് സംഘർഷങ്ങൾ ഉണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ തുടർച്ച തന്നെയല്ലേ ഈ പറയുന്ന ടീച്ചർ ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തത്? മാഷ് എന്താ അതിനെക്കുറിച്ച് പറയാത്തത്? മാഷ് മറ്റെന്തെങ്കിലും ആണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പേരുകാരൻ ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രാജ്യത്തിനെതിരെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെയോ ഒക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയാൽ മാഷ് ഇങ്ങനെയാ പ്രതികരിക്കുക? മാഷ് എങ്ങനെയാ പറയുക? പൂജ ശകുൻ പാണ്ഡെ ആരാന്നറിയോ മാഷിക്ക്? നേരത്തെ ഇവിടെ സംസാരത്തിനിടയിൽ സൂചിപ്പിച്ചു പോയി. ഗാന്ധിവധം പുനരാവിഷ്കരിച്ചതാ, തോക്കെടുത്ത് വെടിവെച്ചതാ, ഗാന്ധിയുടെ രൂപമുണ്ടാക്കി വെച്ച് അതിലേക്ക് ഉതിർത്തു. ആരാ ഇവര്? ഹിന്ദു മഹാസഭയുടെ നേതാവാ. നിങ്ങൾ പ്രതികരിക്കാൻ തയ്യാറുണ്ടോ? JNU-ലെ വൈസ് ചാൻസലർ ശാന്തിശ്രീ പണ്ഡിറ്റ്, അവർക്ക് ഗാന്ധിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നിങ്ങൾ ഈ രാജ്യത്തുടനീളം നടക്കുന്ന സംഭവവികാസങ്ങൾ കാണുന്നില്ലേ? ബോധപൂർവം സൃഷ്ടിക്കുകയല്ലേ? NIT-യിലെ ഈ പ്രൊഫസർക്കെതിരെ നടപടിയെടുക്കാൻ നിങ്ങൾ ആവശ്യപ്പെടുവോ? മാഷ് സ്കൂളിലൊക്കെ പഠിപ്പിച്ച അധ്യാപകനാണല്ലോ. മഹാത്മാഗാന്ധിയെ തള്ളിപ്പറഞ്ഞും നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന കൊലയാളിയെ ന്യായീകരിച്ചതിന് എന്ത് ന്യായമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? വൈശാഖ് പരാതി കൊടുത്തോ ഇല്ലേ എന്നുള്ളത് വൈശാഖിനെ കിട്ടിയിട്ട് നമുക്കൊന്ന് അന്വേഷിക്കണം. അതിന് മറ്റു കാര്യങ്ങൾ, വൈശാഖിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാർത്ഥിയാണ്, നമ്മളവിടെ കണ്ടു. NIT പോലെയുള്ള സ്ഥാപനങ്ങളിൽ മറ്റു സംഘടനകളുടെയോ യൂണിയന്റെയോ പിന്തുണയോ ഒന്നും ഇല്ലാത്ത കുട്ടികളാണ്. അവർ സ്വാഭാവികമായി നടത്തിയ പ്രതികരണങ്ങളെ, പ്രതിഷേധങ്ങളെ ജനാധിപത്യ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നതിനെ അതിനെയൊക്കെ വലിയ രീതിയിൽ അടിച്ചമർത്തുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ആ വിദ്യാർത്ഥി ഒരു പക്ഷേ ഭയന്ന് കാണും പരാതി കൊടുക്കാൻ. ആരപ്പുറത്തുള്ളത്? ഒരു സംവിധാനമാകെ, ഒരു സർവകലാശാലക്കകത്തെ സംവിധാനമാകെ നിൽക്കുക. ആ ഗേറ്റിനകത്ത് എന്തും ചെയ്യുമെന്നുള്ള നിലപാടല്ലേ അവിടുത്തെ ഡയറക്ടർക്കും അവിടുത്തെ ഈ പറയുന്ന രജിസ്ട്രാർക്കും ഒക്കെ ഉള്ളത്? അവർക്ക് തോന്നിയ രീതിയിൽ അതിനകത്ത് ഇടപെടും. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ല എന്നുള്ള ധിക്കാരവുമായിട്ടല്ലേ അവർ പോകുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്. REC NIT ആയി, പിന്നെ ഇതിപ്പോ BJP രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവ് മുതൽ രാജ്യത്ത് IIT-കളിൽ NIT-കളിലൊക്കെ നടക്കുന്നത് എന്താ? ശാസ്ത്രം പഠിപ്പിക്കേണ്ട വേദികളിൽ എന്താ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനെക്കുറിച്ചൊക്കെ ഒരു പഠനം കൃത്യമായി നടത്തേണ്ടതുണ്ട്. അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. രാജ്യത്തെ IIT-കളിലും NIT-കളിലും ഒക്കെ ഫാക്കൽറ്റികളായി നിയമിക്കുന്നതിലും വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട്, വലിയ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ട്, അവിടെ സംവരണ തത്വങ്ങൾ അട്ടിമറിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ വ്യാപകമായ ക്രമക്കേടുകളുണ്ട്. അവിടെ വിദ്യാർത്ഥികൾക്കിടയിൽ RSS-ന് അനുകൂലമായ ചിന്ത വളർത്തിയെടുക്കാൻ ബോധപൂർവമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അതിനെതിരെയാണ് ഞങ്ങൾ ശബ്ദിക്കുന്നത്. ഈ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്കകത്ത് ജനാധിപത്യപരമായ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. അവിടെ വർഗീയതയല്ല വളർത്തേണ്ടത്. അവിടെ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത, രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതനിരപേക്ഷതയ്ക്ക് ഊന്നൽ നൽകുന്ന വിദ്യാഭ്യാസ ക്രമം ഉണ്ടാകണം.
അതിനുവേണ്ടിയാണ് നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടത്. ഗാന്ധിയെ ആക്ഷേപിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറാകണം. ഞങ്ങളിപ്പോൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് മാധ്യമ വാർത്തകൾക്കനുസരിച്ച് പരാതി കൊടുക്കാൻ പറ്റുന്നതാണ്. വൈശാഖിനെ ഇതുപോലെ തന്നെ ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്, കാണാൻ പോകുന്നുമുണ്ട്. ബാക്കി തുടർ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ പോകും. എന്താണ് വൈശാഖുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങൾ കൂടുതൽ അന്വേഷിച്ച് അതിലേക്ക് പോവുക തന്നെ ചെയ്യും. വൈശാഖിന്റെ പരാതിയോ പോലീസിന്റെ പിന്തുണയോ അതുപോലെ തന്നെ ജനകീയ പിന്തുണയോ എന്താണോ ആവശ്യം. പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ നടന്ന ഒരു പ്രതിഷേധമാണ് ഇന്ത്യ രാമരാജ്യമല്ല എന്ന പോസ്റ്റർ ഉയർത്തി. അല്ല, ഞാൻ വസീഫിനോടൊന്ന് ചോദിച്ചതിന് ശേഷം താങ്കളിലേക്ക് വരാം. ഇന്ത്യ രാമരാജ്യമല്ല എന്ന പോസ്റ്റർ ഉയർത്തിയതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് സംഘർഷമുണ്ടായത്. ആ പോസ്റ്റർ ഉയർത്തിയത് വൈശാഖാണ്. അതെ, അതൊരു സംഘടനയുടെ ഭാഗമായിട്ട് ഉയർത്തിയതല്ല. അദ്ദേഹത്തിന് തോന്നിയ ഒരു സ്വാഭാവികമായിട്ടുള്ള, അല്ലാതെ ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർത്തിയതാ. ഏതെങ്കിലും ക്യാമ്പസിനകത്ത് ഏതെങ്കിലും ഒരു സംഘടന ആഹ്വാനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഉയർത്തിയതൊന്നുമല്ല. അവർക്ക് ഈ രാജ്യത്ത് നടക്കുന്ന സംഭവവികാസങ്ങളെ കുറിച്ച് ക്യാമ്പസുകൾക്കകത്ത് അവരുടെ ഭയമുണ്ടോ വസീഫ്? ഒരു വർണ്ണമല്ല, വർണ്ണ വൈവിധ്യങ്ങളുടെ ഇന്ത്യ. ഇന്ത്യ രാമരാജ്യമല്ല, ഇന്ത്യ മതേതര രാജ്യം. ഇതാണ് മുദ്രാവാക്യം. അതിലെന്താണ് പിഴവ്? തീർച്ചയായിട്ടും ഞങ്ങൾ SFIയും DYFIയും തെരുവിലും ക്യാമ്പസിലും ഒക്കെ ഉയർത്തുന്നുണ്ട് ഈ മുദ്രാവാക്യങ്ങളും. ഇതുമായി ബന്ധപ്പെട്ട സെമിനാറുകളും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ NITക്കകത്താണ് ഞാൻ പറഞ്ഞത്. NITക്കകത്ത് അങ്ങനെ ഒരു സംഘടനയുടെ പിന്തുണയോടെയോ, അത് ഇപ്പോൾ ഇവിടെ പരാതിയുടെ കാര്യവും മറ്റും പറഞ്ഞുകൊണ്ടാണ് പിണറായിയുടെ പോലീസ് ഈ വൈശാഖിനെ ഇപ്പോൾ ഞങ്ങളുടെ താല്പര്യത്തിൽ എന്ന് കൊണ്ടുപോയി കെട്ടണ്ട എന്നുള്ളതൊക്കെ പറയുന്നത്. വെറുതെ ആ വിദ്യാർത്ഥിയെ അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങൾ ഫോണിലോ മറ്റോ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പറയണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം SFIയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ DYFIയുടെ ഭാഗമായിട്ടോ മറ്റാരോ എന്നല്ല, ഒരു ക്യാമ്പസിനകത്ത് ജനാധിപത്യ രീതിയിൽ ഈ രാജ്യത്ത് പ്രതികരണം നടത്തിയ ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി വേട്ടയാടുന്നു. ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്ന അധികാരികൾ. ആ തീരുമാനത്തെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അതിനെതിരെയാണ് ഞങ്ങൾ പ്രകടനവും പ്രതിഷേധവും ഒക്കെ സംഘടിപ്പിച്ചത്. ഞങ്ങൾ പുറത്താ പ്രതിഷേധവും പ്രകടനവും ഒക്കെ സംഘടിപ്പിച്ചത് SFIയും DYFIയും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.